നമസ്കാരം. കഴിഞ്ഞ ദിവസം ജൂഹി റുസ്താക്കിയുടെ നമ്മുടെ ഉപ്പുമുളക് ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഉപ്പുമുളക് ലച്ചു അതിന് ശേഷം 2 ഇൻസ്റ്റാഗ്രാം പോസ്റ്റേഴ്സാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തതൊക്കെ. ഒരുപാട് പേര് ആശംസകളായിട്ട് എത്തിയിരുന്നു. നമ്മുടെ മീനാക്ഷി, പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ശ്രുതി, രജനീകാന്ത്, ചക്കപ്പയത്തിലെ ആക്ടേഴ്സ്, ഒരുമാതിരിപ്പെട്ട ഒട്ടുമിക്ക സീരിയൽ ആക്ടേഴ്സും സപ്പോർട്ടായിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് എത്തിയിരുന്നു. പക്ഷേ മുടിയൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടില്ല. ഇനി ഞാനിത് കോൺട്രവേഴ്സി ഉണ്ടാക്കാണെന്ന് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചാൽ അവിടെ സൈഡിൽ കാണിച്ചാൽ താങ്ക് യു ഫോർ ആൾ ദ ബർത്ത്ഡേ വിഷസ്, യു ഗൈസ് ആർ ദ സ്വീറ്റസ്റ്റിന് ഇൻസ്റ്റഗ്രാമിൽ ജൂഹി റുസ്താഖ് അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമുളകിൽ ലച്ചു സ്റ്റോറി ഇട്ടിട്ടുണ്ടോ. അതായത് ഒരുപാട് പേര് ലച്ചുവിന് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടുണ്ടോ. കാരണം മനസ്സിലായല്ലോ. പക്ഷേ മുടിയൻ ഇതുവരെയായിട്ട് അയച്ചിട്ടില്ല. ഇനി മുടിയൻ്റെ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ മുത്ത് ഐശ്വര്യ ഉണ്ണീനാണ്. അതായത് ഉപ്പുമുളകിലെ ജൂഹിയുടെ ലച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു സ്റ്റോറി ഉപ്പുമുളകിലെ മുടിയിട്ടിട്ടില്ല. ഇനി ആ സ്റ്റോറി മാത്രമല്ല, ഉപ്പുമുളകിലെ ലച്ചു ബർത്ത്ഡേക്ക് 2 ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. 2 ഫോട്ടോസിന് തായും ഉപ്പുമുളകിലെ മുടിയൻ്റെ കമൻറ്റോ ലൈക്കോ ഇല്ല. ശ്രദ്ധിച്ചായിട്ട് അവർക്കറിയാം. അതിൽ ഉപ്പുമുളകിലെ കേശുവിൻ്റെ ലൈക്കുണ്ട്. വീട്ടിലെ പുതിയൊരു ആക്ടർ ഉണ്ടല്ലോ അപ്പോൾ വന്നത്, അതായത് അയാം ഗൗരി ഉണ്ണിമായ, അതായത് നമ്മുടെ ശ്രീകുട്ടൻ്റെ വൈഫായി വന്ന് ആ ഒരു ആക്ടേഴ്സിൻ്റെ കമൻറ്റും ലൈക്കുണ്ട്. പക്ഷേ എങ്കിലും ഉപ്പുമുളകിലെ മുടിയൻ്റെ ലൈക്കില്ല. മുടിയൻ്റെ മാത്രമല്ല ലൈക്ക്, മുടിയൻ്റെ ഒപ്പം തന്നെ കേശുവിൻ്റെ ലൈക്ക് ഉണ്ട്, ഞാൻ കണ്ടു. കേശുവിൻ്റെ കമൻറ്റും ഉണ്ട്. പിന്നെ ബാലു നിലുവിൻ്റെ ആശംസ ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞു. ചില സോഷ്യൽ മീഡിയ വഴി, ചില പേജസ് വഴി ഞാൻ അറിഞ്ഞു ബാലു നീലും ആശംസ ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കമൻറ്റും ലൈക്കും കാണാത്തത്, അല്ലെങ്കിൽ സ്റ്റോറി കമൻറ്റും ലൈക്കും കാണാത്തത് 2 പേരുടെയാണ് ഉപ്പുമുളകിലെ മെയിനായിട്ട് ആക്ടേഴ്സായി നിൽക്കുന്നത്, ശിവാനിയുടെയും മുടിയൻ്റെയും ഒക്കെ. ഇനി ശിവാനി മുടിയൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ചെടിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനതൊരു കോൺട്രവേഴ്സിയൽ ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരങ്ങളിൽ നിർത്താം. ഈ വീഡിയോയുടെ തമ്പനയിലേക്ക് എത്രമാത്രം രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താൽ പറ്റും എനിക്ക് ഊഹിക്കാൻ മനസ്സിലാവും. ഞാൻ ഒരു തരത്തിലും ഈ വീഡിയോയുടെ തമ്പനയിലെ ഒരു തരത്തിലും ഇത് നിങ്ങൾ കേട്ടാൻ എട്ടും എന്ന രീതിയിലൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ മാത്രം. ഞാൻ അന്നേ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ സംശയങ്ങൾ മാത്രമാണ്. ഉപ്പുമുളകിൽ ശിവാനി ഇപ്പോൾ മാറിയിരുന്നത്. പക്ഷേ ശിവാനി മുടിയന് സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ആക്റ്റീവാണ്. ശിവാനിയുടെ മുടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റോറി വന്നിട്ടില്ല. അവരിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 2 മിനിറ്റ് മുമ്പ് വന്ന റീൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുക സ്റ്റേഡിൽ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ശിവാനിയുടെ ഭാഗത്തുനിന്ന് മുടിയൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റോറി, ഒരു കമൻറ്റ്, ഒരു ലൈക്കും വന്നിട്ടില്ല. പക്ഷേ ഉപ്പുമുളകിലെ മറ്റെല്ലാ ആക്ടേഴ്സും ഇനി പുതിയതായിട്ട് വന്ന ഗൗരി ഉണ്ണിമായ എന്ന് പറഞ്ഞ ആ ഒരു പുതിയ ആക്ടേഴ്സും കൂടി ഉപ്പുമുളകിലെ ലച്ചുവിനെതിരെ കമൻറ്റും ലൈക്കും കൊടുത്തിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ മുടിയൻ്റെയോ ശിവാനിയുടെയെങ്കിലും പ്രതീക്ഷിക്കായിരുന്നു. ഒരുപാട് പേര് പറയിച്ചു ഇനിയിപ്പോൾ കമൻറ്റും ലൈക്കും കൊടുത്തില്ലെങ്കിൽ എന്താടാ, അവർ അങ്ങനെയാണ്, കമൻറ്റും ലൈക്കും കൊടുത്താൽ മാത്രമേ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന 2 ആൾക്കാർ, ബാലും നീലും പോട്ടെ, അതവർ ആ ഒരു രീതിയിൽ അങ്ങോട്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറഞ്ഞ 2 പേര് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവാണ്. ഇതാ ഞാൻ വീഡിയോ ഷൂട്ടിൻ്റെ 2 മിനിറ്റ് പോലും മുമ്പ് വന്ന റീല് ആ ഒരു ആക്ടേഴ്സ് എന്തുകൊണ്ടൊരു ജസ്റ്റ് സ്റ്റോറി പോലുന്നില്ല. അത്ര ആൾക്കാർ സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് ലച്ചു ഈ ഒരു സ്റ്റോറി ഇട്ടത്. അതായത് താങ്ക് യു ഫോർ ആൾ ദ ബർത്ത്ഡേ വിഷസ്, യു ഗൈസ് ആർ ദ സ്വീറ്റസ്റ്റ് എന്ന് പറയുന്നത്. അത്രയധികം വിഷസ് വന്നിട്ടുണ്ട്. എന്തിന് ഒപ്പം അഭിനയിക്കാത്ത മീനാക്ഷി, ശ്രുതി, രജനീകാന്ത് പോലത്തെ ഒരുപാട് പേര് ഇതിനെതിരെ ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഉപ്പുമുളകിലെ 2 ആക്ടേഴ്സ് ഒപ്പം നിൽക്കുന്ന 2 ആക്ടേഴ്സായ ആ ആക്ടേഴ്സ് ഒപ്പം നിൽക്കുന്നത് മാത്രമല്ല, ഇതിൽ ഏറ്റവും നല്ല പ്രശ്നം എന്ന് വെച്ചാൽ അവരിപ്പോൾ ഉപ്പുമുളകിൽ സ്റ്റിൽ ആക്റ്റീവ് അല്ല. അല്ലെങ്കിൽ അവർ ഉപ്പുമുളകിൽ ഇപ്പോൾ ഇല്ല. ഉപ്പുമുളകില്ലാത്ത 3 ആക്ടേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് പാറക്കുട്ടി, ഒബ്വിയസ്ലി അത് പോട്ടെ. 2 ആണ് ശിവാനി മേനോൻ, ഋഷി. സോ എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇതൊരു വലിയൊരു പ്രശ്നമാക്കാണെന്നല്ല എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.